എല്ലാവരും പറഞ്ഞു മോഹൻലാലിന് അഭിനയം അറിഞ്ഞൂടാ, മോഹൻലാലിന് അഭിനയം പഠിപ്പിക്കണം എന്നൊക്കെ. അപ്പോൾ പഠിപ്പിക്കാൻ തുടങ്ങണ എല്ലാ സാറുമാർക്കും ചവിട്ടി അണ്ണാക്കിൽ കൊടുത്ത മറുപടിയാണ് ഈ സിനിമ. രക്ഷയില്ല, ഒരു വാക്ക് പോലും നെഗറ്റീവ് പറയില്ല. അത്രയ്ക്ക് നമ്മളിപ്പോൾ സാധാരണ ഒരു പടത്തിന് മിക്സഡ് റിവ്യൂസ് ഒക്കെ വരും, പക്ഷേ ഇതിനും ഒരു രക്ഷയില്ല. ഹെവി എന്ന് പറഞ്ഞാൽ കിട്ടില്ല. വില്ലനൊക്കെ പൊളിയല്ലേ? മോഹൻലാലുകൾ നല്ലതായിട്ട് അഭിനയിച്ചാൽ ദൃശ്യത്തിന് ശേഷം ഇതാണ് ഒരു എക്സ്പെക്ടേഷനും ഇല്ലാതെ ഒന്ന് കണ്ടാൽ മതി, അപ്പോഴാണ് അത് കൂടുതൽ ഫീൽ ചെയ്യുന്നത്. മേക്കിംഗ് അഭിനയം മോഹൻലാൽ അടിപൊളി. മോഹൻലാലിന്റെ തിരിച്ചു വരവ് നല്ല സൂപ്പർ പടം. മോഹൻലാലൊക്കെ ഉണ്ടായിരുന്നു. അടിപൊളി. നല്ല അഭിനയം കണ്ടുകൊണ്ടിരിക്കാൻ മാത്രമല്ല, നമുക്ക് അടുത്തടുത്ത് എന്തെന്നാണ് എന്നുള്ളൊരു ആകാംക്ഷ നമുക്കുണ്ടാവും. എന്താ എടുത്തത് ഇഷ്ടപ്പെട്ടതായിട്ട്? നല്ല മൂവിയാണ്. പിന്നെ വില്ലൻ കഥാപാത്രമായിട്ട് ഒരു പുതുമുഖ നടനാണ്. അയാളുടെ അഭിനയം ഭയങ്കര അസാധ്യ അഭിനയമാണ്. മോഹൻലാലും അയാളും കട്ടയ്ക്കാണ് അഭിനയിക്കുന്നത്. ഭയങ്കര പടമാണ്. ഇപ്പം ഈ അടുത്ത സമയത്ത് പിന്നെ നിങ്ങൾ ഒരു എക്സ്പെക്ടേഷനും ഇല്ലാതെ ഒന്ന് കണ്ടാൽ മതി, അപ്പോഴാണ് അത് കൂടുതൽ ഫീൽ ചെയ്യുന്നത്. സൂപ്പർ അടിപൊളിയാണ്. എന്താ ഇഷ്ടപ്പെട്ട എടുത്ത് പറയാനായിട്ട്? മേക്കിംഗ് അഭിനയം മോഹൻലാൽ അടിപൊളിയല്ല. വില്ലനൊക്കെ ഉണ്ടായിരുന്നു. അടിപൊളിയാണ്. എൻ്റെ പൊന്നോ, എന്ത് പറയേ, ഞാൻ കാണാൻ കാത്തിരുന്ന എൻ്റെ ഉള്ളിൽ ഉറങ്ങിക്കിടന്ന ഒരു ലാലേട്ടനെ കാണാൻ സാധിച്ചു. കാര്യം അത്രമേൽ കിട്ടും, ഒരു രക്ഷയില്ല, ഒരു വാക്ക് പോലും നെഗറ്റീവ് പറയില്ല. അത്രയ്ക്ക് നമ്മളിപ്പോൾ സാധാരണ ഒരു പടത്തിന് മിക്സഡ് റിവ്യൂസ് ഒക്കെ വരും, പക്ഷേ ഇതിനും ഒരു രക്ഷയില്ല. ഹെവി എന്ന് പറഞ്ഞാൽ കിട്ടില്ല. അത്രയ്ക്ക് എനിക്ക് ഇഷ്ടം എന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ മനസ്സിൽ ലാലേട്ടൻ എങ്ങനെയാണോ അത് ഫുള്ളും തരുൺ മൂർത്തി നമുക്ക് സിനിമയിൽ കാണിച്ചു. അസാധ്യമായ ചിത്രം, ഒരു രക്ഷയില്ല, കിട്ടില്ല. പക്ഷേ ഇതിൽ എല്ലാവരും പറഞ്ഞ എമ്പുരാനെയൊക്കെ കമ്പയർ ചെയ്യുന്നുണ്ടല്ലോ, അതിൻ്റെ എമ്പുരാനെന്ന് വെച്ച് കഴിഞ്ഞാൽ വേറൊരു എന്താ വെച്ചാൽ ഒരു വാണിജ്യ വിപണി കീഴടക്കിയ സിനിമയാണ്. പക്ഷേ ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു മലയാളത്തിൻ്റെ മോഹൻലാൽ നിറഞ്ഞാടിയ ഒരു സിനിമ, അത്രയും കിട്ടില്ല. തൂക്കിയപ്പോൾ എന്തായാലും തൂക്കിയെന്ന് വെച്ചാൽ ഡബിൾ തൂക്കി. നല്ല മൂവി. സിനിമ കൊള്ളാം, നല്ല സിനിമയായിരുന്നു. മോഹൻലാലിൻ്റെ അഭിനയം തന്നെ നല്ല രീതിയിൽ വന്നിട്ടുള്ളത്. നല്ല രീതിയിലുള്ള അഭിനയം തന്നെയാണ് കാഴ്ചവെച്ചിട്ടുള്ളത്. ഇഷ്ടപ്പെട്ടായിരുന്നു? മോഹൻലാൽ എങ്ങനെ ഉണ്ടായിരുന്നു? മോഹൻലാലൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? കൊള്ളാം, നല്ല ഫിലിമാണ്. എങ്ങനെ ഉണ്ടായിരുന്നു? സൂപ്പർ അടിപൊളി പടം. മോഹൻലാൽ പഴയതുപോലെ തിരിച്ചു വന്നിട്ടുണ്ട്. കിട്ടില്ല, നല്ല പടമായിരുന്നു, കാണാൻ പറ്റുന്ന പടം. എന്താ എടുത്ത് പറഞ്ഞത് ഇഷ്ടപ്പെട്ടതായിട്ട്? അല്ല, മേക്കിംഗ് അത്യാവശ്യം നല്ലതാണ്, പിന്നെ ഡയറക്ഷനും കൊള്ളായിരുന്നു. അത്യാവശ്യം നല്ല പടമാണ്. ഇഷ്ടപ്പെട്ട എടുത്ത് പറയാനായിട്ട്? നല്ല മൂവിയായിരുന്നു. നല്ല രീതിയിൽ കൊണ്ടുപോയി. മോഹൻലാലിന്റെ നല്ലൊരു കംബാക്കാണ്. ഒരു രക്ഷയില്ല, എന്താ പറയാ. വില്ലനൊക്കെ എങ്ങനെയുണ്ട് ബ്രോ? വില്ലനൊക്കെ പൊളിയല്ലേ? മോഹൻലാലുകൾ നല്ലതായിട്ട് അഭിനയിച്ചാൽ അങ്ങനെ പിന്നെ കഴിവെല്ലാവരും പറയണം. ലാലേട്ടൻ ഒരു രക്ഷയില്ല. കുറേ കാലത്തിന് ശേഷം ലാലേട്ടൻ്റെ അടിപൊളി ഒരു ഫിലിം. ശരിക്കും സങ്കടം വരും. നല്ല ഫിലിം, അടിപൊളി പടം. സൂപ്പർ സിനിമ, സൂപ്പറാണ്. സൂപ്പർ. മോഹൻലാലിന്റെ കംബാക്കാണ്. ഇതാണ് കാണാൻ ആഗ്രഹിച്ച മോഹൻലാലാണോ ഇത്? അതെ. ദൃശ്യത്തിന് ശേഷം ഇതാണ്. വില്ലനൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? സൂപ്പർ ആയിരുന്നു. നമുക്ക് ശരിക്കും ആ ദേഷ്യം തോന്നും. ഒരു അടി കൊടുക്കാൻ തോന്നും. അടി കൊടുക്കാൻ തോന്നും. നല്ല കിള്ളം പടം. മോഹൻലാലിനെ എങ്ങനെ ഉപയോഗിക്കണമെന്ന് തരുൺ മൂർത്തി നല്ല വ്യക്തമായിട്ട് കാണിച്ചിട്ടുണ്ട്. കുഴപ്പമില്ല. ഇന്റർവെല്ലിന് ശേഷം പടം നന്നായിട്ടുണ്ട്. തന്നെ ഇന്റർവെല്ലിന് ശേഷം അതുവരെ കുഴപ്പമില്ല. നല്ല ഇന്റർവ്യൂക്ക് അപ്പുറം ரொம்ப நல்லா இருக்கு. നല്ല രസമാണ്. മോഹൻലാൽ എങ്ങനെ ഉണ്ടായിരുന്നു? കൊള്ളാം. വില്ലനൊക്കെ എങ്ങനെയുണ്ട്? സിനിമ എങ്ങനെയുണ്ട്? എങ്ങനെയുണ്ട് ചേപ്പ സിനിമ? നല്ല പടം. മോഹൻലാൽ എങ്ങനെ ഉണ്ടായിരുന്നു? മോഹൻലാൽ പൊളിച്ച്. വില്ലൻ എങ്ങനെ ഉണ്ടായിരുന്നു? കൊള്ളാം. ഇത് ഇഷ്ടപ്പെട്ട എടുത്ത് പറയാനായിട്ട്? കുറച്ച് ലാഗ് ഉണ്ടായി, പക്ഷേ കൊള്ളാം. കണ്ടോണ്ടിരിക്കാൻ എന്ത് രസമാണ്. മോഹൻലാലാണോ ഇത്? തീർച്ചയായും. ഇഷ്ടപ്പെട്ടു. നല്ല സിനിമ. മോഹൻലാൽ എങ്ങനെ ഉണ്ട്? കൊള്ളാം. നല്ല സിനിമ. നല്ല സിനിമ. മൂവി എങ്ങനെ ഉണ്ടായിരുന്നു? അടുത്ത ഒരു 200 കോടി. എല്ലാവരും പറഞ്ഞു മോഹൻലാലിന് അഭിനയം അറിഞ്ഞൂടാ, മോഹൻലാലിന് അഭിനയം പഠിപ്പിക്കണം എന്നൊക്കെ. അപ്പോൾ പഠിപ്പിക്കാൻ തുടങ്ങണ എല്ലാ സാറുമാർക്കും ചവിട്ടി അണ്ണാക്കിൽ കൊടുത്ത മറുപടിയാണ് ഈ സിനിമ. പറയുകയാണെങ്കിൽ മ്യൂസിക് ആണെങ്കിലും ശരി, സിനിമാറ്റോഗ്രാഫി ആണെങ്കിലും എഡിറ്റിംഗ് ആണെങ്കിലും ഒക്കെ പക്കയാണ്. കാരണം ഒരു സീൻ പോലും നമുക്ക് വേണ്ടായിരുന്നു, അങ്ങനെ ഒന്നും തോന്നിയിട്ടില്ല. തരുൺമൂർത്തി സിനിമകൾ നമുക്കറിയാം, അതിൽ കണ്ടൻറ്റ് കാണും. പിന്നെ പുള്ളി ഒരു മോഹൻലാൽ ഫാൻ ആയതുകൊണ്ട് എന്താണ്, പുള്ളി തരുൺമൂർത്തി എന്ന ഡയറക്ടർ മോഹൻലാലിനെ ഫാൻ ബോയ് ആയിട്ടും എന്നാൽ ആൾക്ക് കാണുമ്പോൾ അത് റിയൽ ഒരു ഫാമിലി ഡ്രാമയായിട്ട് അങ്ങനെ തോന്നി വെച്ചിട്ടുണ്ട്. പിന്നെ ഇതിനൊക്കെ നെഗറ്റീവ് പറയുന്നവന്മാർ ശരിക്കും ഒന്നെങ്കിൽ മലയാള സിനിമ കണ്ടിട്ടില്ല, അല്ലെങ്കിൽ സിനിമ എന്താണെന്ന് അറിയില്ല, അല്ലെങ്കിൽ പോപ്കോൺ തിന്നാൻ വേണ്ടി വന്ന ടീംസാണ്.
അപ്പോൾ നിങ്ങളൊരു ഇന്ന ആരുടെ ഫാനായാലും പ്രശ്നമില്ല, പക്ഷെ നല്ലൊരു സിനിമ അത് മമ്മൂട്ടിയോ മോഹൻലാലോ ആരായാലും നിങ്ങളതൊക്കെ തിയേറ്ററിൽ പോയി കാണണം എന്ന് തന്നെ എനിക്ക് പറയാനുള്ളത്. കാരണം നല്ല സിനിമ വരുന്നത് നമ്മുടെ ഇൻഡസ്ട്രിക്ക് നല്ലതാണ്, ആർട്ടിസ്റ്റിന് നല്ലതാണ്. എന്തുകൊണ്ടും നമുക്കെന്താണ് എല്ലാവർക്കും മലയാളികൾക്ക് നല്ല സിനിമയാണ്, ഒരു നല്ല ഫാമിലി ഡ്രാമയാണ്. ഇതിനെ നശിപ്പിക്കരുതെന്നൊരു അപേക്ഷയുണ്ട്. എല്ലാവരും പക്ഷേ ഇതിന് എമ്പുരാനായിട്ട് കമ്പയർ ചെയ്യുന്നുണ്ടല്ലോ, അങ്ങനത്തെയൊക്കെ ഒരു ആവശ്യമുണ്ടോ? എടാ നമ്മുടെ ചെറുവിരലും ചൂണ്ടും നമ്മളെ വ്യത്യാസം എന്താണെന്ന് അറിയാവുന്നവർക്ക് ഇതെന്താണെന്ന് മനസ്സിലാവും. കാരണം എമ്പുരാനെന്ന് പറഞ്ഞാൽ എന്താണ്, അതൊരു ഹോളിവുഡ് സ്റ്റൈലിൽ പുതുതായെടുത്ത സിനിമയാണ്. അപ്പം അതിൻ്റെ കണ്ടൻറ്റ് വേറെയാണ്, ആ തരത്തിൽ കാണണം. മലയാളികൾ മോഹൻലാലിനെ മുണ്ടെടുത്ത് കണ്ട് ശീലിച്ചത് കൊണ്ടാണ്. സോ അതുകൊണ്ട് എന്താണ്, എമ്പുരാനായിട്ട് കാണുക. തുടരും ഒരു ഫാമിലി ഡ്രാമയാണ്, എന്നാൽ ഫാൻസിനും ഫാമിലിക്കും പിടിച്ചിരുന്ന തരത്തിലുള്ള ഒരുപാട് മോഹൻലാൽ എന്ന ആക്ടറിനെ അത്രത്തോളം എക്സ്പ്ലോർ ചെയ്ത് പുള്ളിയുടെ എല്ലാ ഇമോഷൻസും തരുൺമൂർത്തി മോഹൻലാലിൻ്റെ നടനെ ഇങ്ങെടുത്തു. അപ്പോൾ അതുകൊണ്ട് അത് ആ രീതിക്കാണ്, രണ്ടും രണ്ടായിട്ട് തന്നെ കാണാമെന്നുള്ള അഭിപ്രായം. സൂപ്പർ പടമായിരുന്നു. പഴയ മോഹൻലാലിനെ നമുക്ക് തിരിച്ചു കാണാൻ പറ്റി. കിടിലം. കാണാൻ ആഗ്രഹിച്ചൊരു മോഹൻലാലിനെ കാണാൻ പറ്റിയപ്പോൾ കാണാൻ പറ്റുമോ? ഒന്ന് സൂപ്പർ, അടിപൊളി. നല്ലതാ, ആക്ടിങ്ങും ഫൈറ്റും ഒക്കെ അടിപൊളിയായിരുന്നു. പൊളിയായിരുന്നു. സിനിമ സൂപ്പർ, നല്ല അഭിനയമായിരുന്നു മോഹൻലാലിൻ്റെ. നല്ല സിനിമ. വില്ലൻ എങ്ങനെയുണ്ട്? ഒരു പുതിയ വില്ലനും കൊള്ളാം, പുതിയ നല്ല